ഉസ്താദ് അവർകൾ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി തൊടിയൂർ ഉസ്താദ് അടക്കം വേദിയിലുള്ള നമ്മുടെ നേതൃസംഘടനയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ, ബഹുമാന്യരായ മഹല്ലുകളെ പ്രതിനിധീകരിക്കുന്ന മഹല്ലിൻ്റെ പരിപാലന സമിതി അംഗങ്ങൾ, സദസ്സിലുള്ള ഉലമാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, ഒരു നീണ്ട പ്രഭാഷണത്തിന് പറ്റിയ സന്ദർഭമോ സൗകര്യമോ അല്ല എന്നെല്ലാവർക്കും അറിയാം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ഇസ്ലാമികമായ ഒരു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന്, വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാന രംഗത്ത് പ്രത്യേകിച്ച് മഹല്ല് സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വളർന്നു വരുന്ന തലമുറയ്ക്കും യുവാക്കൾക്കും ദിശാബോധം നൽകുന്ന നീണ്ട 70 വർഷക്കാലമായി ഈ സമൂഹത്തിന് സുപരിചിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. അങ്ങ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂരിൻ്റെ ഇങ്ങേയറ്റം എറണാകുളം വരെ ജമിയത്തിൻ്റെ പാകപ്പെട്ട ഒരു മണ്ണിൻ്റെ പ്രതിനിധികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടു പരിചയമുള്ള, അനുഭവിച്ചു പരിചയമുള്ള ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഏറ്റവും ബാധ്യതയുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന മഹല്ലിൻ്റെ പ്രതിനിധികൾ. ഓരോ ജമാഅത്തും ആ ജമാഅത്തിൻ്റെ അംഗങ്ങളും അവരവരാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പള്ളി, മദ്രസ, ദീനി സംവിധാനങ്ങളെല്ലാം ജമിയത്തുൽ ഉലമയുടെയും ജമാഅത്ത് ഫെഡറേഷൻ്റെയും മറ്റ് പോഷക പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തണലിൽ അതിഗംഭീരമായി മുന്നോട്ട് പോകാൻ, നമ്മുടെ മനസ്സ് പാകപ്പെടാൻ ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വന്ന്, എല്ലാവർക്കും അറിയാവുന്ന, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രവാചക പശ്ചാത്തലമായതുകൊണ്ട് ഞാനത് പരത്തി പറയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ? ആ ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായി തിളങ്ങി നിൽക്കുന്ന പ്രവാചക വചനം ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് അനുഷ്ഠാനമാണ്, മറ്റൊന്ന് സംസ്കാരമാണ്. ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ മഹല്ലിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ഈമാനും വിശ്വാസവും അനുബന്ധമായ അനുഷ്ഠാനവും അതോടൊപ്പം അവർ വളർന്നു വരേണ്ട സാംസ്കാരികമായ തലങ്ങളും, ഇത് മൂന്നിനെയും സംയോജിപ്പിച്ച് നിർത്തുന്ന ബാധ്യതയാണ് ഒരു മഹല്ല് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേവലം നമസ്കരിക്കാൻ, ജുമാ നമസ്കരിക്കാൻ, ജമാഅത്തായി നമസ്കരിക്കാൻ ഒരു പള്ളിയും, സമയാസമയങ്ങളിൽ നടക്കുന്ന വിവാഹ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ആ സംവിധാനം ഒരുക്കാനും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാളും, മരിച്ചവരെ കബറടക്കാൻ ആവശ്യമായ ഒരു മക്ബറ സംവിധാനവും അതിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാലഘട്ടത്തിലല്ല മഹല്ലുകൾ മുന്നോട്ട് പോകുന്നത്. സമൂലമായ മാറ്റത്തിന് മഹല്ലുകൾ വിധേയമാകേണ്ടതുണ്ട്. സമുദായത്തിൽ നവനവങ്ങളായി വളർന്നു വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. വിശ്വാസപരമായി നഷ്ടം സംഭവിച്ചു പോകുന്ന ഒരു തലമുറയെ സമുദ്ധരിക്കാൻ ആവശ്യമായ കർമ്മപദ്ധതികളുമായി മഹല്ലുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ, വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും സോഷ്യൽ മീഡിയയുടെ ഈ വിശാലമായ പ്രചരണ കാലഘട്ടത്തിൽ നമ്മുടെ മഹല്ലുകളിൽ വളർന്നു വരുന്ന തലമുറയിൽ, മദ്രസയിൽ പഠിച്ചവരിൽ, ഉയർന്ന ക്ലാസ്സുകളിൽ മദ്രസ വിദ്യാഭ്യാസം നേടിയവരടക്കമുള്ള യുവാക്കളും വിദ്യാർത്ഥികളും അടക്കമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ വളർന്നു വരുന്ന ഒന്നാണ് ഇന്ന് നിരീശ്വരവാദം, മറ്റൊന്ന് യുക്തിവാദം, ലിബറലിസം. പല വിധത്തിൽ പല സന്ദർഭങ്ങളെയും അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന വലിയൊരു സമൂഹത്തിൻ്റെ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ പിന്നാലെ പോകുന്ന നമ്മുടെ മുൻ വളർന്നു വരുന്ന തലമുറയെ നാം കണ്ടില്ല, കേട്ടില്ല എന്ന് നടിക്കാൻ ഒരു മഹല്ലിൻ്റെ പരിപാലന സമിതിക്ക് കഴിയുമോ? അത്തരം കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മഹല്ല് സംവിധാനത്തിൻ്റെ കർമ്മ പദ്ധതി
ജമാഅത്ത് ഫെഡറേഷൻ അടക്കം ജമിയത്തുൽ ഉലമ അടക്കം നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത ഉമറ സമൂഹവുമായി ചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായ കർമ്മ പദ്ധതികൾ സമയാസമയങ്ങളിൽ രൂപീകരിച്ചുകൊണ്ട് സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് നേതൃത്വം നൽകേണ്ട വളരെ വ്യക്തമായ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് നാം സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. അതിനാവശ്യമായ കർമ്മ പദ്ധതിയുടെ ഒരു പ്രാരംഭ ഘട്ടമായി ഈ നേതൃസംഗമത്തെ കാണാൻ നമുക്ക് കഴിയണം. ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പോഷക പ്രസ്ഥാനങ്ങൾ ഓരോരോ സാഹചര്യത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്ക് ദിശാബോധം നൽകാൻ അവരുടെ സാംസ്കാരികമായ ദീനീയായ വിദ്യാഭ്യാസപരമായ സർവ പുരോഗതിക്കും ആവശ്യമായി KMY പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾ, മദ്രസയിൽ പഠിക്കുന്നവർ, സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് DKISF കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. ജമാഅത്ത് ഫെഡറേഷൻ ജമാഅത്തിലെ മഹല്ലുകൾക്കും നേതൃത്വം നൽകാൻ അക്ഷീണം ജില്ലാ, താലൂക്ക്, മേഖലാ തലങ്ങളിൽ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഇതിനെല്ലാം നേതൃനിരയിൽ ബഹുമാന്യ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉലമാക്കളുടെ ശക്തമായ നേതൃത്വത്തോടുകൂടി ഈ നീണ്ട 70 വർഷക്കാലമായി ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഏതാനും ഒരു 5, 6, 7 മാസങ്ങൾക്ക് മുമ്പൊന്നും നമുക്ക് കഴിയാത്ത വിധം നമ്മുടെ പ്രവാസ ലോകത്ത്, നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്ത് ഉപജീവന മാർഗമായും ജോലിയായും തൊഴിലായും ഉദ്യോഗമായും ഉലമാക്കളും ഉമറാക്കളും അടക്കമുള്ളവർക്ക് നമുക്ക് DKICC എന്ന നിലയിൽ ഒരു പ്രവാസി പ്രസ്ഥാനത്തിന്റെ ഒരു പോഷക പ്രസ്ഥാനവും കൂടി ജമിയത്തുൽ ഉലമയ്ക്ക് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന നമ്മുടെ ഈ ജമിയത്തിനെയും പോഷക പ്രസ്ഥാനങ്ങളെയും മഹല്ലുകളാണ്, ജമാഅത്തുകളാണ് അതിന് ആവശ്യമായ വെള്ളവും വളവും നൽകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അങ്ങ് പിന്നെ പാറശാല വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഒരു ലോകത്ത്, ഒരു സാമ്രാജ്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹല്ലുകൾക്ക് കേവല പദ്ധതികൾ മാത്രമല്ല, കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി വലിയ കർമ്മ പദ്ധതികൾ സ്വരൂപിച്ച് മഹല്ലിനെ ചേർത്ത് നിർത്തി, മഹല്ലിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തി പുതിയ വഴിത്താരകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് മഹല്ലുകൾക്ക് സമുദായം എന്ന നിലയിൽ നേതൃത്വം നൽകാൻ മഹല്ലിന്റെ ഭാരവാഹികൾക്കും സമൂഹത്തിനും കഴിയണം. അതിന് ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ജമാഅത്ത് ഫെഡറേഷന്റെ ഈ നേതൃസംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ലഘുവാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.